ഹലോ ഗൈസ്, വെറുതെ ഇരുന്നപ്പോൾ ഒരു പടം വരയ്ക്കാൻ തോന്നി. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബോഹോ പെയിന്റിങ് തന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വരയ്ക്കാനായിട്ട് പെൻസിലും ബ്രഷും കയ്യിലെടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാനും എൻ്റെ കൂട്ടുകാരെയും കൂടി ഡ്രോയിങ് ക്ലാസ്സിൽ പോയത്. സ്കൂളിൽ പോയി സംസാരിക്കാൻ ടീച്ചറും സമ്മതിക്കത്തില്ല, എന്നാൽ ട്യൂഷൻ ക്ലാസ്സിൽ പോയാലോ അവിടുത്തെ മാഷും സമ്മതിക്കത്തില്ല. പിന്നെ അവളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൾ പോയ ഡ്രോയിങ് ക്ലാസ്സിൽ ഞാൻ അഡ്മിഷൻ എടുത്തു. ഈ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന ഞങ്ങൾക്ക് എന്താ ഇത്ര സംസാരിക്കാനുള്ളതെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. പക്ഷെ അവളോട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു സന്തോഷമാണ്. അതങ്ങനെയാണല്ലോ, നമുക്കൊരു കംഫർട്ട് സോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടുന്ന് പോകത്തില്ല. സംസാരവും കളിയും ചിരിയൊക്കെ കൂടിയപ്പോൾ സാറ് പറഞ്ഞു, ദർശന ഇനി ഇങ്ങോട്ട് വരണ്ട. പിന്നീട് ഒത്തിരി സംസാരിക്കാനുള്ള സന്ദർഭം കിട്ടിയില്ലെങ്കിലും എന്താ, ഇപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് അങ്ങനെ തന്നെയുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും പെയിന്റിങ്ങും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോ. പറഞ്ഞു വല്ലാണ്ട് അങ്ങ് കാട് കയറി. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ട് ആ കുട്ടീൻ്റെ കൂടെ ഡ്രോയിങ്ങിന് ചേർന്നതെന്ന്? സംസാരിച്ച് തുടങ്ങിയ പിന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താന്ന് വരെ ഞാൻ മറന്നുപോകും. അതൊക്കെ പോട്ടെ, ഇനി നമുക്ക് ബോഹോ പെയിന്റിനെ കുറിച്ച് സംസാരിക്കാം. ഇത് ശരിക്കും ബ്രഷ് കൊണ്ട് റഫായിട്ട് വരയ്ക്കുന്ന ഒരു പിക്ചറാണ്. ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് പെൻസിൽ വെച്ച് ജസ്റ്റ് ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷമാണ് പെയിന്റിങ് ചെയ്തത്. തുടങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, കാരണം ആദ്യത്തെ 3 ഭയങ്കര സിമ്പിൾ ആയിരുന്നല്ലോ, ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ പിന്നീട് ആയപ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. ആ ഇലകളൊക്കെ വരയ്ക്കാൻ ഞാൻ പെട്ട പാട്. എത്ര പാടുപെട്ടിട്ടാണെങ്കിലും അവസാനം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാനത് വരച്ച് കംപ്ലീറ്റ് ചെയ്തു. പെയിന്റിങ്ങും വീഡിയോസും ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം എല്ലാം പറഞ്ഞ പോലെ ബൈ ഗൈസ്.